ടേക്ക് സം ഫ്രീ ടൈം ലെറ്റ്സ് റിയാക്ട് ടു സം വീഡിയോസ്. ടി എഫ് റിയാക്സ് എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആൻഡ് വെൽക്കം ടു ടി എഫ് റിയാക്സ്. ഇപ്പോൾ ഫസ്റ്റിൽ ഞാനൊരു വാണിംഗ് പറയാം. ഫാൻ്റെ ചെറിയൊരു സൗണ്ട് കിടപ്പുണ്ട്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഫാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 5 സെക്കൻഡ് കൊണ്ട് എൻ്റെ അടി തൊട്ട് മുടി വരെ ഇങ്ങനെ മുടി തൊട്ട് അടി വരെ എന്താണെങ്കിലും ദേഹം മൊത്തം വിയർത്തൊരു പരുവാകും. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ ഫാനെല്ലാം റെക്കോർഡ് ചെയ്യാൻ നോക്കി, പക്ഷേ രക്ഷയില്ല. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. സോ ഫാനിൻ്റെ കുറച്ചൊരു ഡിസ്റ്റർബിങ് സൗണ്ട് ഉണ്ടാവും, അതൊന്ന് ബെയർ ചെയ്തേ പറ്റത്തുള്ളൂ ചൂടുകാലം കഴിയുന്നത് വരെ. എഫിയുടെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞൊരു പാട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യാനിരുന്നത്. പക്ഷേ ഈ പാട്ട് ഇന്നലെ ഇറങ്ങിയതാണ്. ഞാൻ പക്ഷേ ഇന്ന് പകലാണ് കണ്ടത്. പക്ഷേ പകൽ കണ്ടെങ്കിൽ എനിക്ക് കുറച്ച് തിരക്കായി പോയത് കാരണം എനിക്ക് അങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഇത്ര വൈകിപ്പോയത്. ഈ രാത്രി ഈ ചൂടത്ത് ഒന്നും ഒരു രക്ഷയില്ല. ആ കമൻസ് പ്രകാരം നമ്മുടെ കാലാവസ്ഥ പോലെ തന്നെ അത്യാവശ്യം ഹീറ്റഡ് ആയിട്ടുള്ളൊരു ട്രാക്കാണ്. ലൈക്ക് എഫ് ഈസ് ഇൻവൈറ്റിംഗ് സ്മോക്ക്. നമുക്കറിയാം ഇപ്പോൾ മലയാളം ഹിപ്ഹോപ്പ് ഇൻഡസ്ട്രി അത്യാവശ്യം ഒരു ബീഫി സിറ്റുവേഷനിലൂടെ ഇപ്പോൾ കൊണ്ടിരിക്കുക. എംഎച്ച്ആർ ഡാപ്സി ബീഫ് ഇപ്പോൾ കണ്ടായിരുന്നു. പക്ഷേ അതൊരു ലോങ് ഓൺ ഗോയിങ് ബീഫായിരുന്നു. പക്ഷേ അവർ രണ്ടുപേരും ഡയറക്റ്റായിട്ട് സ്ട്രൈക്ക് ചെയ്ത് ഇപ്പോഴാണെന്നേ ഉള്ളൂ. പക്ഷേ ആ ഒരു ഡയറക്റ്റ് സ്ട്രൈക്കിങ്ങിൻ്റെ ഒരു ഹാങ് ഓവർ ഇപ്പോഴും നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ലൈക്ക് ഹിപ്ഹോപ്പ് കമ്മ്യൂണിറ്റിയിൽ അറ്റ്ലീസ്റ്റ് കിടപ്പുണ്ട്, നല്ലൊരു സിറ്റുവേഷൻ. അപ്പോൾ അതിൻ്റെ ചൂട് പിടിച്ചാണെന്ന് തോന്നുന്നു എഫിയും സിമോയും കൂടെ ഉള്ളൊരു ട്രാക്ക് ഇറക്കിയിരിക്കുന്നത്. സോ ആ ബീഫിൻ്റെ കാര്യം പറയുവാണെങ്കിൽ എംഎച്ച്ആറും സിമ്മോയും കൂടെ ഡാപ്സിക്കെതിരെ കുറച്ച് അലിഗേഷൻസ് നടത്തിയിട്ടുണ്ട്. ലൈക്ക് ഹോൾ ആൽബം ക്രെഡിറ്റ് മൊത്തവും ഡാപ്സി തൂക്കി എന്നുള്ള രീതിയിലുള്ള. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്താണ് ഈ ഹോൾ ബീഫ് എംഎച്ച്ആറും ഡാപ്സിയൊക്കെ തമ്മിലുള്ള. ആൻഡ് അതിൽ സിമ്മോ ബീഫ് പ്രൊഡക്ഷൻ ചെയ്ത ട്രാക്കിലാണ് എഫ് ഇൻഡസ്ട്രി എന്ന ഈ ട്രാക്ക്. സോ നമുക്ക് റിയാക്ട് ചെയ്യാമല്ലേ, നമുക്ക് നോക്കാം ആർക്കൊക്കെ ഇട്ട് കൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ. ഇൻഡസ്ട്രിയെ പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇൻഡസ്ട്രിയെ പറ്റി 2 വാക്ക്. ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇൻഡസ്ട്രിയെ പറ്റി 2 വാക്ക് പറയൂ എഫി പ്ലീസ്. 2 അല്ല 2000 വാക്ക് ഇപ്പോൾ പറയാം. ഓക്കെ, ആ തുടക്കം കൊള്ളാം. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇൻഡസ്ട്രിയെ പറ്റി 2 വാക്ക്. എഫി ടോൺ ഡൗൺ മാൻ, ടോൺ ഡൗൺ, കുറച്ച് ടോൺ ഡൗൺ. ഓ മൈ ഗോഡ്, 2 അല്ല 2000 വാക്ക്. അതിൽ കുറച്ച് വാക്കുകൾ ഇങ്ങനെയാണ്. ഇനി അങ്ങോട്ട് ഇങ്ങനെ ആയിരിക്കും ഈ പാട്ട്. ചോരേ എനിക്ക്. ഓക്കെ, നമുക്ക് ആദ്യം തൊട്ട് ആ വേഴ്സ് കേൾക്കാം കേട്ടോ. ഓക്കെ, 2000 വാക്കുകൾ ആദ്യം തൊട്ട് കേൾക്കാം. ഇൻഡസ്ട്രിയെ പറ്റി 2 വാക്ക്. 2000 വാക്ക്. ഞാനത് മ്യൂട്ട് ചെയ്യണോ റിയാക്ഷൻ വീഡിയോ ഇറക്കുമ്പോൾ? നോക്കാം, എൻ്റെ മടി അനുസരിച്ച്, എഡിറ്റ് ചെയ്യാനുള്ള മടി അനുസരിച്ചിരിക്കും ഞാനത് മ്യൂട്ട് ചെയ്യില്ല എന്നുള്ളത്. കണ്ട ഓക്കെ, ഡയറക്റ്റ് ഹിറ്റ് ഡാപ്സി ആണെന്ന് തോന്നുന്നത്. കാരണം സ്വന്തം കൂട്ടുകാരുടെ തലച്ചോറൊക്കെ തന്നെ ഛർദ്ദിക്കോ, എന്താ പറഞ്ഞ സ്വന്തം കൂട്ടുകാരുടെ തലച്ചോറ് തന്നെ ഭക്ഷിക്കുക. ഓക്കെ, ഐ തിങ്ക് that is a hit to ഡാപ്സി. ആദ്യം തന്നെ എഫി പറയുക, ധൈര്യം ഇല്ലാത്തവരൊക്കെ മാറിയിക്കുക. ഹി ഡസൻ കെയർ. ആദ്യത്തെ വേഴ്സിൽ തന്നെ ഹി ഈസ് ഹിറ്റിംഗ് ഷോട്ട്സ്.
സാധാരണ ഹുക്കല്ലേ ഇൻഡസ്ട്രി 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 ഹിപ്പ് ഹോപ്പ് ഓക്കെ ഹിപ്പ് ഹോപ്പ് ഓക്കെ ഹിപ്പ് ഹോപ്പ് ഹിപ്പ് ഹോപ്പ് ഹിപ്പ് ഹോപ്പ് ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ലിറിക് വീഡിയോ ആക്കിയതിൽ ഐ എം റിയലി ഗ്ലാഡ്. കാരണം എഫിയുടെ ഫ്ലോ അറിയാലോ, ചട്ടപ്പട ലൈക്ക് പുള്ളിയുടെ ഒരു ലൈക്ക് ഒരു ട്രേഡ് മാർക്ക് ഫ്ലോ അങ്ങനെയാണ്, പടപടാന്ന് പോയി പെട്ടെന്നെല്ലാം ക്യാച്ച് ചെയ്യാനും പറ്റത്തില്ല. സോ യാ ലിറിക് വീഡിയോ ആയതുകൊണ്ട് കുറേയൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. യെസ് ഞാൻ മാത്രമല്ല, കൂടെ ഹിപ്പ് ഹോപ്പും വളരട്ടെ, അതാണ് ഗെയിം. നമ്മുടെ ഓക്കെ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വേർ നമ്മൾ മണി മൈൻഡഡ് ആണ്, നമുക്ക് നമ്മുടെ കാര്യം നോക്കണം, ഓക്കെ. ബട്ട് നമ്മുടെ ഒപ്പം തന്നെ നമ്മുടെ ഹിപ്പ് ഹോപ്പ് കമ്മ്യൂണിറ്റി വളരണം, ആർട്ടിസ്റ്റുകൾ വളരണം, ലിസണേഴ്സ് വളരണം, നമ്മുടെ ഹിപ്പ് ഹോപ്പിലുള്ള മെസ്സേജിങ് ആൾക്കാർക്ക് കുറച്ചും കൂടെ റീച്ച് ആവണം. യെസ്, അത് എല്ലാവരും ചെയ്യുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഹിപ്പ് ഹോപ്പ് കമ്മ്യൂണിറ്റിയുള്ള എല്ലാവരും അത് ചെയ്യുന്നില്ല. ആൻഡ് യെസ്, എഫ് ഈസ് മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആഫ്റ്റർ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഹീ ഈസ് സ്റ്റേറ്റിംഗ് ഫാക്ട്സ് ആഫ്റ്റർ ഫാക്ട്സ്. ഓക്കെ, ഇത് ബീറ്റ് വേണ്ട എന്റെ വോക്കലിലാണ് റൈം, എനിക്കൊക്കെ വേണ്ടെങ്കിലും കിട്ടും നല്ല ഫെയിം, അതൊക്കെ ഇന്റെ കൈമിരിക്കുന്ന ടൈം, ഞാൻ മാത്രമല്ല കൂടെ ഹിപ്പ് ഹോപ്പ് വളരട്ടെ, അതാണ് ഗെയിം. ആൽബമില്ല സിംഗിൾസാണ് ഓന്റെ ഭാവി, വണ്ടിയുണ്ട് പക്ഷെ കയ്യിലില്ല ചാവി, പോയിട്ടുണ്ട് റാപ്പ് ബാറ്റിൽ എന്ന വേദി, ഫ്രീ സ്റ്റൈലിന് സൈഫറാണ് ഇവിടെ ഭാവി. പോയിട്ടുണ്ട് റാപ്പ് ബാറ്റിൽ എന്ന വേദി, സീൻ വേറെ ഇപ്പോൾ. ഓക്കെ, എനിക്കത് ആരുദ്ദേശിച്ചാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിൽ കൊട്ടാണോ അത് ഷൗട്ട് ഔട്ട് ആണോ എന്ന് എനിക്ക് ഐ തിങ്ക് ഇറ്റ്സ് ഷൗട്ട് ഔട്ട്. റാപ്പ് സൈഫറിൻ്റെയും റാപ്പ് ബാറ്റിലായിരിക്കും പറയുന്നത്. ആൻഡ് ആദ്യം പറഞ്ഞെന്താണ്, ആൽബം അല്ല സിംഗിൾസ് ആണ് ഓൻ്റെ ഭാവി. അത് പക്ഷേ ഒരു കൊട്ടാന്ന് തോന്നുന്നു. കാരണം നമുക്കറിയാം ഇപ്പോൾ വെസ്റ്റേൺ കൾച്ചറിലാണെങ്കിലും ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് സീൻ, നോട്ട് ജസ്റ്റ് ഇൻ ഹിപ്പ് ഹോപ്പ്, ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് സീനിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ലെഗസി നമ്മൾ ഡിറ്റേറ്റ് ചെയ്യുന്നത് അവരുടെ ഡിസ്കോഗ്രഫി, അതായത് അവരുടെ ക്വാളിറ്റി ഓഫ് ആൽബംസും അവരുടെ കൺസിസ്റ്റൻസി ഒക്കെ വെച്ചാണ്. പക്ഷേ നമ്മുടെ ഇവിടെ നിന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്ന് ആൽബം ഇറക്കാനുള്ള ഫണ്ടും ഒക്കെ ഇല്ല. കാരണം ഹിപ്പ് ഹോപ്പ് ഇവിടെ ഇപ്പോഴും ഒരു വളരുന്നൊരു ഗ്രോയിങ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ്, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. സോ ഒരു ആൽബം ഫുള്ളി ഫ്ലെഷ്ഡ് ആൽബം ഇറക്കുന്ന ആർട്ടിസ്റ്റുകൾ കുറവാണ്, കൂടുതലും സിംഗിൾസ് ആയിട്ട് ഇറക്കുന്ന ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ അതിപ്പോൾ നമ്മുടെ ഇവിടെ മിക്ക റാപ്പേഴ്സും അങ്ങനെയാണ്. എനിക്കൊന്ന് കുറച്ച് വളരെ കുറച്ച് പെർസെൻറ്റേജ് ആണെന്ന് തോന്നുന്നു ആൽബംസൊക്കെ ഇറക്കുന്നത്. സോ യാ അതൊരു കൊട്ടാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അടുത്ത കൊട്ട് ഡാൻസ് കേശ്, അടുത്ത കൊട്ട് ബേബി ജീനെ ഇട്ട് കൊട്ടിയതാണ്. Did he just കൊട്ടൽസിഫൈ ബേബി ജീൻ? ഓക്കെ നോക്കട്ടെ സീൻ എന്തുവാ ഇത്, സോറി ഗൈസ്. സീൻ വേറെ ഇപ്പൊ കണ്ടതല്ലേ ബേബി ഹിപ്പോ. ഓക്കെ, അത് ബേബിക്കിട്ട് കൊട്ടിയതാ. ഓക്കെ, ഓക്കെ, അത് ഡെഫിനറ്റ്ലി ബേബി ജീനിട്ടുള്ളൊരു കൊട്ടാണ്. ബിക്കോസ് പുള്ളി ഇപ്പോൾ ഓഫ് കോഴ്സ് ഒരു സിനിമാ നടനും കൂടെ ആണ്. എനിക്കിന്നിപ്പോൾ പുള്ളിയുടെ ഒരു മൂവി ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഐ ഡിഡ്ന്റ് നോ ദേ ഹാഡ് ബീഫ് വിത്ത് ബേബി. മേ ബി ഈസ് ബീങ് അക്യൂസ്ഡ് ഓഫ് നേരത്തെ പറഞ്ഞ എഫിയുടെ നേരത്തെ വരികൾ പോലെ കൂടെ വളരുമ്പോൾ ഹിപ്പ് ഹോപ്പും കൂടെ വളരാം, അതാണ് ഗെയിം. മേ ബി ബേബി ജി ഇസ് നോട്ട് ഡൂയിങ് ദാറ്റ്. മേ ബി ഹി ഈസ് ജസ്റ്റ് ഗോയിങ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ഹിംസെൽഫ്. പുള്ളി കുറച്ചും കൂടെ ലൈം ലൈറ്റിലേക്ക് ഇപ്പോൾ ചാടി എന്നുള്ള ചിലപ്പോൾ ഐ ഡോണ്ട് നോ.
എന്തായാലും ഓക്കെ, ദിസ് ഇസ് ഞാൻ ഡാബ്സിക്ക് മാത്രമാണ് കൊട്ടുന്ന വിചാരിച്ചത്. വെളുക്കം വേണ്ടി അടിച്ച ക്രീം ചെറിയത് ഇംഗ്ലീഷ് സ്ട്രീം എന്തിറക്കിയാലും വേണം സ്ട്രീം മധുരമില്ലാത്ത ഐസ്ക്രീം പറയട്ടെ അതാണ് ഇന്റെ സ്ക്രീൻ നാ പിടിച്ചോ ഇൻഡസ്ട്രിക്ക് വക ഇന്റെ ഇൻഡസ്ട്രി ഇവർക്കൊക്കെ എന്ത് പുരുഷൻ എന്ത് സ്ത്രീ നല്ല പാട്ട് കേട്ട് നോക്കിക്കൂല സ്ത്രീ റാപ്പേഴ്സിന് നഷ്ടപ്പെടുന്നു. തിരുമാലിയിട്ട് എന്താ സീന്? തിരുമാലിക്കിട്ട് കൊട്ടിയാ? ഓക്കെ, ഇതെന്താ കുലസ്ത്രീയുടെ ആ സാമ്പിൾ ബീറ്റും ചെറുതായിട്ട് അവരൊന്ന് ചെയ്തു, ചെറുതായിട്ട് നടക്കേറി വന്നു. ഓക്കെ, ഇത് തിരുമാലിയിട്ട് എന്തോടെ ബീഫ്? എഫി കമോൺ, ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ് ഷോട്ട് മാൻ. നമുക്ക് ഇവിടെ കുറച്ച് ഒരു ചലനം വേണം ഹിപ്ഹോപ്പില്. ഓ, ആ ഫ്ലോ ഉണ്ടോ? ആയിരിക്കും ഇവിടെ വേണം ഇൻഡസ്ട്രി. ഓ മൈ ഗോഡ്, എഫ് ഈസ് ഓൺ ഇൻഡസ്ട്രി. എന്ത് പുരുഷൻ എന്ത് സ്ത്രീ, കുലസ്ത്രീ. ഓ ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ഒരു റാപ്പേഴ്സിന് നഷ്ടപ്പെടുന്നു പോയട്രി. ഓക്കെ, ഇല്ല, ഞാൻ സ്വയമേ ഇനി തിയറീസ് ഒന്നും ഞാൻ കണ്ടുപിടിക്കാനൊന്നുമില്ല. നമുക്ക് ബാക്കി കേൾക്കാം. ഞാനായിട്ട് എനിക്ക് ഇനി സ്മോക്ക് ഒന്നും ഇൻവൈറ്റ് ചെയ്യാൻ വയ്യ. വർദ്ധിക്കുമ്പോ ഇല്ല മോന്റെ വംശനാശം കേട്ടിരുന്നു കാര്യ കണ്ട എന്റെ ഹാസ്യം മുറുകി പിടിച്ചു എന്റെ വാസം മൊത്ത പ്രാസം എന്റെ പ്രാസം ചിലപ്പോഴൊക്കെ നിന്റെ നാശം എന്നാലും അതാണ് ഇവിടെ സംസാരം നാ പിടിച്ചെന്റെ സംഭാരം ഇൻഡസ്ട്രി ഇവിടാരും പറയൂല ഞാൻ പറയാതിരിക്കൂല പറഞ്ഞാലും തീരൂല നിങ്ങൾക്കൊന്നും അറിയൂല ഇവിടാരും പറയൂല ഞാൻ പറയാതിരിക്കൂല പറഞ്ഞാലത് തീരൂല ഇൻഡസ്ട്രി തിന്നപ്പെട്ട ഛർദിച്ചു. ഓക്കെ, ദാറ്റ് ഇസ് സം ജെ കോൾ ടൈപ്പ് ഷിറ്റ്. ആ വാക്ക് വന്നുണ്ടോ? പറഞ്ഞാലത് തീരൂല ഇൻഡസ്ട്രി തിന്നപ്പോ ഡൈജസ്റ്റ് ആവുന്നില്ല ഇൻഡസ്ട്രി. ഓ, ഇൻഡസ്ട്രി തിന്നപ്പോ ഡൈജസ്റ്റ് ആവുന്നില്ല ഇൻഡസ്ട്രി. ലുക്ക് അറ്റ് ദ വേർഡ് പ്ലേ മാൻ. ഓ എന്റെ പൊന്നെ. ഓ, ഇൻഡസ്ട്രി AI വെച്ച് പാട്ടുണ്ടാക്കുന്ന ഒരു അക്യൂസ് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ഐ നോ ഹൂ ഹി ഈസ് ടോക്കിംഗ് അബൌട്ട്. സെലിബ്രിറ്റികൾക്ക് മൊത്തം എന്ത് പറ്റി ഫൈമും കേറി വെറി പറ്റി ഫ്രെയിമിൽ നീയോ വെരി പറ്റി സമൂഹത്തിൽ വട്ടതായി സെലിബ്രിറ്റികൾക്ക് മൊത്തം എന്ത് പറ്റി ഫൈമും കേറി വെറി പറ്റി ഫ്രെയിമിൽ നീയോ വെരി പറ്റി സമൂഹത്തിൽ വഴി തെറ്റി ഇൻഡസ്ട്രിക്ക് കുഴി പറ്റി കല മൊത്തം കഞ്ഞിപ്പെട്ടിലിട്ട് വെച്ച മരപ്പട്ടി എവിടെന്ത് ചെയ്യാമെന്ന് തോന്നൽ വന്ന മലക്കട്ടി എനക്കൊക്കെ എവിടെന്ന് കിട്ടും നല്ല മണ്ണപാട്ടി എന്നിട്ട് നീ കൊണപാട്ടി കിട്ടി നല്ല മൺചട്ടി മതി ഇനി പറയന്റെ കഥ. ഇന്റർനാഷണൽ മലയാളി കുണ്ടന്മാരെ എതിരാളിയുണ്ട കണ്ണു വഴി ചാടി പോലെ കണ്ട ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ച എഫിറാറി ഇൻഡസ്ട്രി കുണ്ടന്മാരെ എതിരാളി കിട്ടി നല്ല മൺചട്ടി മതി ഇനി പറ. ആരാണ് ഇന്റർനാഷണൽ മലയാളിയായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ? ഇന്റർനാഷണൽ മലയാളി കുണ്ടന്മാരെ എതിരാളിയുണ്ട കണ്ണു വഴി ചാടി പോലെ കണ്ട ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ച എഫിറാറി ഇൻഡസ്ട്രി ഇല്ലാതെ. Ferrari. You see how he plays Ferrari. Ferrari. Oh. Oh. സൈക്കിൾ റാലി പോലെ ട്രാക്ഷൻ റിലീസായി മാർക്കറ്റിംഗ് ചെയ്യാൻ ബാക്കി ചെയ്യൂലെന്നും എന്റെ വാശി റൈം ചെയ്യാനായി വന്ന സീനിൽ ഇപ്പോൾ ഡ്രോപ്പിൽ ചാടി കണ്ണിൽ കണ്ട ഷോക്ക് പാടി കേൾവിക്കാരോ ബീച്ചിൽ ചാടി എന്നെ കേൾക്കാൻ വയ്യാത്തൊരു മൊത്തം ചെവി പൊത്തി ഓടി. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ലിറിക്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഞാൻ പറയാൻ വിട്ടുപോയി. ആ ഫ്ലോ ബീറ്റ് സ്വിച്ചസ് എല്ലാം. ബട്ട് ദിസ് ഇസ് എ ബാങ്ങർ ട്രാക്ക്. ദിസ് ഇസ് ബാങ്ങർ. ഓ മൈ ഗോഡ്, ദിസ് ഈസ് ഗോയിങ് ടു ബി ബിഗ്.
ഇത് എൻ്റെ പ്ലേലിസ്റ്റ് കയറാൻ പോവാം മൈഗോ. ഓ മൈ ഗോഡ് എഫ് ഇ ആരൊക്കെയാണ് നീ സ്മോക്കിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്? ഓക്കെ, എന്തായാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള സ്മോക്കുകൾ അല്ലെങ്കിൽ ലൈക്ക് കൊട്ടലുകൾ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ഇൻഡസ്ട്രി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടിയിൽ നിന്ന് തിളപ്പിച്ചില്ലെങ്കിൽ ഇങ്ങനെ ആറി അത് തണുത്ത് പോകും. സോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിയിൽ നിന്ന് ഇച്ചിരി തിളപ്പിച്ചില്ലെങ്കിലേ അത് അത് മര്യാദയ്ക്ക് കുക്കാകത്തില്ല. അത് ഇൻഡസ്ട്രി വോണ്ട് കുക്ക്. ആൻഡ് FE is damn cooking right here. The flow, the word plays. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. മേ ബി അടുത്ത റിയാക്ഷൻ വീഡിയോ ചിലപ്പോൾ ഇതിന് റിപ്ലൈ ആയിട്ടുള്ള ഏതെങ്കിലും ട്രാക്കുകൾ വരുമായിരിക്കും. ഐ ഡോണ്ട് നോ. അത്യാവശ്യം കുറച്ച് പേരെ കൊട്ടിയിട്ടുണ്ട് ഈ പാട്ടിൽ. ആൻഡ് അടുത്ത വീഡിയോ കേട്ടിട്ട് വരുന്നവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ഐ സീ യു സൂൺ.